4 വർഷം 4 വർഷം കൊണ്ട് കുറച്ച് കോഴ്സ് പഠിച്ചത് മാത്രം വെച്ചു. പറയാനാണെങ്കിൽ കുറേ സ്കിൽസ് ഉണ്ട്, പക്ഷെ സ്കില്ല് കൊണ്ട് മാത്രം ഈ നാട്ടിലൊന്നും കിട്ടത്തില്ല. നോക്കുന്നത് കുറച്ചുകൂടി അക്കാദമിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റാ. നിങ്ങൾക്ക് ഇത്ര അരിയസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ കമ്പനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറയും. ട്രൈ നെക്സ്റ്റ്. പണിയില്ലെന്ന് കോഴ്സും പാസ്സാവാതെ സപ്ലൈ ആയിട്ട് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു നമ്മളെ കോഴ്സും കംപ്ലീറ്റ് ചെയ്തില്ല, അതുപോലെ സ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു വെറുതെ ചെയ്യുന്നത്. കഥ തുറക്കുന്ന അവസരം ബാങ്ക് പുറത്തിറപ്പെട്ടു. ബാ ഈ ഹോസ്റ്റൽ ഫീ അടക്കത്തോണ്ട് നീ നാട് കിട്ടുന്ന വിചാരിച്ചു. ആ ഇന്റർവ്യൂ പോയടാ. ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ട്. അമ്മയും അനിയത്തി ഉടനെ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. എന്ത് ചെയ്യണമെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. മോള് ചിലതൊക്കെ നീ പറയുന്ന പോലെ നൈറ്റ് കൂടാ കുഴപ്പമില്ല. കേട്ടാ ഇത് ജോലി തെറ്റേ പേടിക്കേസാല് സ്റ്റാർട്ടിങ് കുഴപ്പമില്ല. മതി എന്തായാലും ജോലി ഇല്ലാത്തവരെ പോലെ ആകത്തില്ലല്ലോ. എല്ലാം പറയാനുണ്ടല്ലോ. ഒക്കെ എന്ത് പറ്റി ഒരുമാതിരിക്കുന്നത്? എന്തായാലും വൈകിട്ട് പാർട്ടി ഉണ്ട്, വരണം. എന്തായാലും ആണ് ജോലി ഇല്ലാത്തവർക്ക് പോരാട്ടെ. ശരിയായോ? ഞാൻ നാട്ടിൽ പോവുക. നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ഒന്നുമില്ല. നിനക്കൊന്നും പറയാനില്ലായിരിക്കും, പക്ഷെ എനിക്ക് പറയാനുള്ളത് നിനക്ക് കേട്ടൂടെ? ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട് പറയാം, ഇതെങ്കിലും നീ ഒന്ന് കേക്ക്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല ലോഞ്ച് ബാൻഡിനെ പറ്റി. ഡിസ്കോഡിൽ ഇതേപോലെ ഒരുപാട് ടാസ്ക് അവൈലബിൾ ആണ്. നീ ഈ ടാസ്ക് ചെയ്ത ലീഡർ ബോർഡിൽ കയറിയ പിന്നെ നീ പേടിക്കേ വേണ്ട, ഷുവർ ജോലി കിട്ടും. ഇജി ബേസ്ഡ് ഹയറിംഗ് ആണ്. എന്തായാലും കുറെ ട്രൈ ചെയ്തല്ലേ, ലാസ്റ്റ് ആയിട്ട് ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വഴിയുണ്ടടാ, നീ വിഷമിക്കാതെ. ജോലി കിട്ടി. നീ ആദ്യം അവളെ വിളിച്ചു പറ.